അപ്പം 3 5 റുപ്പി നോട്ടും ഒരു 2 റുപ്പി നോട്ടും കൂടെ വന്നാലും എത്ര കിട്ടും? 17 കിട്ടും. പിന്നെ അടുത്ത മനു ബോട്ട് ക്രയോൺ ആൻഡ് എറൈസർ, ഹൗ മച്ച് ഷുഡ് ഹി പേ? അപ്പം മനു ക്രയോണും എറൈസറും വാങ്ങി എത്രയായിരിക്കും അവൻ പേ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്രയോൺ എത്രയാ? 5 റുപ്പി. പിന്നെ അതുപോലെ തന്നെ എറൈസറിന് 2 റുപ്പി. അപ്പൊ 5 + 2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ 5 + 2 എത്രയാ? 7. അതപ്പോ അവിടെ എഴുതുക. വിച്ച് നോട്ട്സ് ആൻഡ് കോയിൻസ് ഡിഡ് ഹി ഗേവ്? ഏതൊക്കെ നോട്ട്സും കോയിൻസുമാണ് അവൻ കൊടുത്തിരിക്കുക. അപ്പൊ 7 കിട്ടാൻ ഏതൊക്കെ കൊടുക്കണമെന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു 5 റുപ്പി നോട്ടും ഒരു 2 റുപ്പി നോട്ടും കൊടുത്താൽ 7 കിട്ടും. അപ്പം അതവിടെ എഴുതുക. പിന്നെ അടുത്തത് നോട്ട്സ് ടു കോയിൻസ്. അനു, ജിത്തു, ഐഷ, മുരുകൻ ആൻഡ് തോമസ് ചേഞ്ച്ഡ് ദെയർ നോട്ട്സ് ടു കോയിൻസ്. അനുവും ജിത്തുവും ഐഷുവും മുരുകനും തോമസും നോട്ട്സ് നാണയങ്ങളാക്കി മാറ്റി. പിന്നെ എഴുതിയിരിക്കുന്ന ഹു ആൾ ലുക്സ് കോയിൻസ് ഫോർ ദി സെയിം എമൗണ്ട് ആസ് നോട്ട്സ്. ലെറ്റ്സ് റൈറ്റ് ദെയർ നൈംസ്. ആരൊക്കെയാണ് ശരിയായ രീതിയിൽ നോട്ടുകൾക്ക് തുല്യമായ നാണയങ്ങൾ എടുത്തത്? അവരുടെ പേര് എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. അനു 10 റുപ്പി നോട്ടാ. അപ്പൊ അനു ഏതൊക്കെ കോയിൻസ് എടുത്തിട്ടുണ്ട്? 5 റുപ്പി, 2 റുപ്പി, 2 റുപ്പി, 1 റുപ്പി. അപ്പൊ അത് ആഡ് ചെയ്ത് നോക്കാം. 5 + 2 + 2 + 1 എത്ര കിട്ടും? 10 കിട്ടും. അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ അനുവിന്റെ പേര് അവിടെ എഴുതാം. പിന്നെ അടുത്തത് ഐഷ 20 റുപ്പീസിന്റെയാണ്. അപ്പൊ ഏതൊക്കെ കോയിൻസ് ആ? 5 റുപ്പി, 10 റുപ്പി, 2 റുപ്പി, 2 റുപ്പി, 1 റുപ്പി. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. അപ്പം അത് ഐഷയുടെ പേരും അവിടെ എഴുതാം. നെക്സ്റ്റ് ജിത്തു 5 റുപ്പിയുടെ നോട്ടാണ് എടുത്തിരിക്കുന്നത്. കോയിൻസ് ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ജിത്തു എടുത്തിരിക്കുന്നത് 2 റുപ്പി, 2 റുപ്പി, 1 റുപ്പി, 1 റുപ്പി. അപ്പൊ 2 + 2 + 1 + 1 എത്ര? 6 ആണ് കിട്ടുന്നത്, 5 അല്ല. അപ്പൊ അത് റോങ് ആണ്. അപ്പൊ ക്രോസ് മാർക്ക് കൊടുക്കുക. അടുത്തത് മുരുകൻ 10 റുപ്പിയുടെ നോട്ടാണ്. ഏതൊക്കെയാണ് എടുത്തിരിക്കുന്ന നോട്ട്സ്? 2 റുപ്പി, 2 റുപ്പി, 2 റുപ്പി, 2 റുപ്പി, പിന്നെ എത്ര എടുത്തിട്ടുണ്ട്? 1 റുപ്പി, 1 റുപ്പി, 1 റുപ്പി. ആദ്യം ഈ 2 റുപ്പീസ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 2 റുപ്പീസ് ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. അതുപോലെ 3 1 റുപ്പി ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പൊ 8 + 3 എത്ര? 11. അപ്പൊ 10 അല്ല. അപ്പൊ അത് റോങ് ആണ്. അടുത്ത തോമസ് 20 റുപ്പീസ് നോട്ടാണ്. ഏതൊക്കെ നോട്ട്സ് എടുത്തിരിക്കുന്നത് ചെക്ക് ചെയ്യാം. 5 + 5. അപ്പം 5 + 5 എത്രയാ? 10 കിട്ടും. പിന്നെ ഒരു 2 റുപ്പീസ് നോട്ട്. അപ്പൊ എത്ര കിട്ടും? 12 കിട്ടും. പിന്നെ ഒരു 2 റുപ്പീസ് നോട്ട്. അപ്പൊ എത്ര കിട്ടും? 14 കിട്ടും. പിന്നെ അത് ഒരു 1 റുപ്പീസ് നോട്ട്. അപ്പൊ 14 + 1 എത്രയാ? 15. പിന്നെ ഒരു 2. അപ്പൊ 15 + 2 എത്രയാ? 17. 17 കൂടെ പിന്നെ ഒരു 1 ഉണ്ട്. അപ്പം 70 + 1 എത്ര കിട്ടും? 18 ആണ് കിട്ടുന്നത്, 20 അല്ല. അപ്പൊ അതും റോങ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്താ? ടു ദി ഷോ. അപ്പൊ പ്രൈസ് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. രൂപേഷ് went to the show with his son. They bought a pen and a pencil. How much should രൂപേഷ് pay? അപ്പൊ രൂപേഷിന്റെ മകന്റെ കൂടെ കടയിലോട്ട് പോയി. അവർ ഒരു കടയിലേക്ക് പോയി. അവർ ഒരു പേനയും ഒരു പെൻസിലും വാങ്ങി. എത്ര രൂപയാണ് രൂപേഷ് കൊടുക്കേണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്രൈസ് ലിസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. ശരി, നമുക്ക് ബാക്കി കൂടെ ചെക്ക് ചെയ്യാം. പ്രൈസ് ഓഫ് എ പെൻസിൽ എത്രയാ? 5 റുപ്പീസ്. അതുപോലെ പ്രൈസ് ഓഫ് എ പെൻ എത്രയാ? 10 റുപ്പീസ്. ടോട്ടൽ പ്രൈസ് ഓഫ് എ പെൻസിൽ ആൻഡ് പെൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു പെൻസിലിന് 5ഉം ഒരു പെന്നിന് 10ഉം ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 5 + 10 എത്ര കിട്ടുന്നത്? 15 ആണ്. അപ്പം ഹൗ മച്ച് ഷുഡ് രൂപേഷ് പേ എന്ന് അവിടെയും എത്ര എഴുതേണ്ടത്? 15 ആണ്. കാരണം അവര് മേടിച്ചത് ഒരു പെന്നും ഒരു പെൻസിലും ആണ്. അപ്പൊ 5 + 10 15. ടോട്ടൽ പ്രൈസ് ഫോർ 2 പെൻസിൽ ആൻഡ് എ പെൻ. അപ്പൊ 2 പെൻസിലിനും ഒരു പെന്നിനും എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു പെൻസിൽ 5 ആകുമ്പോൾ 2 പെൻസിൽ 5 + 5 10 ആണ്. അതുപോലെ ഒരു പെന്നിന് 10 ആണ്. അപ്പൊ ഈ 10 + 10 ആണ്. എത്ര കിട്ടും? 20 റുപ്പീസ്. അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത്. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? എങ്ങനെ നമുക്കത് കിട്ടിയെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് പറയാം? പ്രൈസ് ഓഫ് 2 പെൻസിൽ ഈസ് 5 + 5. അപ്പൊ ഈക്വൽസ് 10. അതുപോലെ പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പൊ ടോട്ടൽ എങ്ങനെ? 10 + 10. അപ്പൊ ടോട്ടൽ 10 + 10 20 കിട്ടും. അതുപോലെ ഈ പേജിലാണ് കോയിൻസ് ടു നോട്ട്സ്. അപ്പം ഇതിൽ പറഞ്ഞ 5 നോട്ട്സ് ഈക്വൽ ടു ഈച്ച് സെറ്റ് ഓഫ് കോയിൻസ് ആൻഡ് ജോയിൻഡ്. അപ്പം ഒരു സൈഡിൽ നാണയങ്ങളും ഒരു സൈഡിൽ നോട്ട്സുമാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ഈ നാണയങ്ങൾക്ക്
എന്താ പറയുക തുല്യമായ നോട്ട്സ് ഏതാണെന്ന് കണ്ടെത്തി ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എന്തൊക്കെയുള്ളത്? 1 റുപ്പി, 2 റുപ്പി, 2 റുപ്പി. അപ്പൊ 1 + 2 + 2 എത്ര? 5. അപ്പൊ 5 റുപ്പീസ് വരുന്ന നോട്ട് ഏതാ? 5. അപ്പൊ അതവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ ഇതൊക്കെയുള്ളത് 5 അപ്പൊ 5 5 5 5. അപ്പൊ 5 + 5 + 5 + 5 എത്രയാ? 20 ആണ്. അപ്പൊ 20ക്ക് നേരെ മാർക്ക് ചെയ്യാം. പിന്നെ കൊടുത്തിരിക്കുന്നത് 10 റുപ്പീസിന്റെ ആണ്. അപ്പൊ എത്ര ഉണ്ട്? 1 2 3 4 5 10 ഉണ്ട്. അപ്പൊ 5 10 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 കിട്ടും. അപ്പൊ 50 ഏത് നോട്ടാ? 50 നോട്ട്. അപ്പൊ 50 റുപ്പീസ് നോട്ട് നേരെ മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ഏതൊക്കെയുള്ളത്? 1 1 പിന്നെ 5 2 ഉണ്ട് 1 ഉണ്ട്. അപ്പൊ 1 + 1 + 1 + 2 + 5 എത്ര കിട്ടും? 10 കിട്ടും. അപ്പൊ 10 റുപ്പീസ് നേരെ ആഡ് ചെയ്യാം.